ഈ കടലിൻ്റെ നടുക്ക് വെച്ച് കപ്പലിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ ആര് വരും? അങ്ങനെ രക്ഷിക്കാൻ വരുന്നവരെ ആരറിയിക്കും? അതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഡിവൈസാണ് ഇതായിരിക്കുന്ന EPIRB. ഇതാണ് EPIRB എന്ന് പറയുന്നത്. എമർജൻസി പൊസിഷൻ ഇൻഡിക്കേറ്റിംഗ് റേഡിയോ ബീക്കൺ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇത് അടിയന്തരമായ ഘട്ടങ്ങളിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും അപകടം സംഭവിച്ച് നമ്മുടെ കപ്പൽ മുങ്ങിപ്പോവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായി റിലീസായി മുകളിൽ വന്നതിന് ശേഷം ഇതിൽ നിന്ന് 406 MHz ഫ്രീക്വൻസിയിൽ സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് കരയിലുള്ള കോസ്റ്റൽ സ്റ്റേഷൻസിന് ഇത് വിവരം അറിയിക്കും. ഇത് ഊരിക്കഴിഞ്ഞാൽ ഇതായിരിക്കുന്ന ഈ ഓറഞ്ച് കളറിലിരിക്കുന്ന ഇതാണ് EPIRB. ഈ മഞ്ഞ കളറിലിരിക്കുന്നതാണ് HRU, ഹൈഡ്രോസ്റ്റാറ്റിക് റിലീസ് യൂണിറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കപ്പൽ മുങ്ങിപ്പോവുകയാണെങ്കിൽ 4 മീറ്റർ താഴ്ചയിൽ വരുന്ന ടൈമിൽ വെള്ളത്തിൻ്റെ പ്രഷർ കാരണം ഇത് കട്ടായി റിലീസാവും. ഇത് റിലീസായി കവർ ഓപ്പൺ ആകുന്ന ടൈമിൽ ഇത് ഓട്ടോമാറ്റിക്കായി വെള്ളത്തിൽ ഫ്ലോട്ടായി മുകളിൽ വരും. മുകളിൽ വന്നതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കായി ഇത് ആക്ടിവേറ്റ് ആയിട്ട് 406 MHz ഫ്രീക്വൻസിയിൽ നമ്മുടെ സാറ്റലൈറ്റുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ആവും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സാറ്റലൈറ്റിൽ ഇത് ഡിസ്ട്രസ് സിഗ്നൽ സാറ്റലൈറ്റ് വഴി കോസ്റ്റൽ സ്റ്റേഷൻസിന് ഇത് പാസ് ചെയ്യും. ഇത് എവിടെ നിന്നാണോ ഇത് എമിറ്റ് ചെയ്യുന്നത് ആ പൊസിഷനിൽ അവർ റെസ്ക്യൂ ടീം വന്ന് റെസ്ക്യൂ ചെയ്യും. അങ്ങനെയാണ് ഇത് കപ്പലിലുള്ളവരെ രക്ഷിക്കുന്നത്. ഇത് സാധാരണ പ്ലേസ് ചെയ്യുന്ന ഇതുപോലെ തുറസായ സ്ഥലത്താണ്. ഇത് ഓപ്പൺ ഏരിയ ആണ്. ഇത് കപ്പലിൻ്റെ ബ്രിഡ്ജ് വിങ്ങിലാണ് സാധാരണ പ്ലേസ് ചെയ്യുന്നത്. കാരണം ഇത് കപ്പൽ സപ്പോസ് മുങ്ങിക്കഴിഞ്ഞാൽ ഇതിന് വേറെ ഒരു ഒബ്സ്ട്രക്ഷനും വരാതെ ഇത് നേരെ വെള്ളത്തിൽ മിതന്ന് വരാൻ വേണ്ടിയാണ് ഓപ്പൺ പ്ലേസിൽ വച്ചേക്കുന്നത്. അപ്പോൾ GMDSS സിസ്റ്റത്തിലെ ബാക്കിയുള്ള ഡിവൈസിനെ കുറിച്ചുള്ള വീഡിയോസ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇത് പാർട്ട് 2 ആണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.